സംഘർഷ സാഹചര്യം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമാകുന്നു. ജമ്മു, സാംബ, അഗ്നൂർ, കഥുവ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടെങ്കിലും പിന്നീട് ഡ്രോൺ കണ്ടിട്ടില്ല എന്നാണ് ഇന്ത്യൻ സൈന്യം നൽകുന്ന വിവരം. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ്. ജമ്മുകാശ്മീരിൽ അതിർത്തി ജില്ലകൾ ഒഴികെയുള്ള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. രാജസ്ഥാനിലെ ബാർമറിലും ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങൾ വഴിയുള്ള വിമാന സർവീസ് റദ്ദാക്കിയെന്ന് എയർ ഇന്ത്യ അറിയിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് നിരീക്ഷണങ്ങളുമായി ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരും. അതേപോലെ ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറും, ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും, അമൃത്സറിൽ നിന്ന് വിനീത വിജിയും, ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും, അതുപോലെ ജയ്സൽമറിൽ നിന്ന് അനിൽ വാസുദേവും നമുക്കൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, രാഷ്ട്രത്തോട് ഇന്നലെ പ്രധാനമന്ത്രി ചെയ്ത പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു. തൽക്കാലമുള്ള ഒരു വെടിനിർത്തൽ മാത്രമായിരിക്കും ഇത്, പാകിസ്ഥാൻ്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും നമ്മുടെ തുടർ പെരുമാറ്റം എന്നുകൂടി പ്രധാനമന്ത്രി പറയുന്നു. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ സമം ഭീകരവാദം എന്നതായിരുന്നു. ഭീകരവാദം എന്ന് പരാമർശിക്കുന്നിടത്തൊക്കെ പാകിസ്ഥാനെ കൂടി പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഭീകരത ഉൽപ്പാദിപ്പിക്കുന്ന സർവകലാശാലകളാണ് എന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടി പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ ചില കാര്യങ്ങളിൽ മറുപടി പറഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു മധ്യസ്ഥതയുണ്ടായി എന്ന തരത്തിലായിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥതയുണ്ടായി എന്ന നിലയിലാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ അക്കാര്യം പ്രധാനമന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പാകിസ്ഥാനാണ് അക്ഷരാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കേണപേക്ഷിച്ചുകൊണ്ട് നടന്നത്. ഇന്ത്യയോട് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ യാചിക്കുകയായിരുന്നു ഫോണിലൂടെ ഈ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന നിലയിൽ. പാകിസ്ഥാനെ സംബന്ധിച്ച് ആണവ നിലയങ്ങൾ കാട്ടി അല്ലെങ്കിൽ ആണവായുധങ്ങൾ കാട്ടിക്കൊണ്ടുള്ള ഒരു ഭീഷണി അത് ഇനി ഇന്ത്യയോട് വിലപ്പോവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവകാശവാദത്തെ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇന്നലെയും ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് അക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി ഇനി വ്യാപാര ബന്ധം ഉണ്ടാകില്ല യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന നിലയിൽ ഒരു ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് രണ്ടു രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് എന്നാണ്. അക്കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നയം വ്യക്തമാക്കി. രക്തവും വെള്ളവും ഒരുമിച്ച് പോകില്ല. അത് സിന്ധു നദീതട കരാറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രക്തവും വ്യാപാരവും ഭീകരതയും വ്യാപാരവും ഒന്നിച്ചു പോകില്ല എന്ന നിലയിലുള്ള പരാമർശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങളെയും ഇന്ത്യ തള്ളിക്കളഞ്ഞു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതേതായാലും ഒരു ജനാധിപത്യത്തിൽ അത്തരം സംശയങ്ങൾ, അത്തരം വിഷയങ്ങൾ അതൊക്കെ ഉയർന്നു വരിക സ്വാഭാവികവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ തന്നെയാണ്. അതാണിപ്പോൾ പ്രതിപക്ഷം ഒരു ആയുധമാക്കുന്നതും. ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുകയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മധ്യസ്ഥതയുണ്ടായി. ഏറ്റവും ഒടുവിലായി വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടി, വ്യാപാര കച്ചവടം ചൂണ്ടിക്കാട്ടി ഒരു പുതിയ ഭീഷണി കൂടി ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അത്തരമൊരു ഭീഷണി തങ്ങൾ ഇന്ത്യയോടും പാകിസ്ഥാനോടും പറഞ്ഞതുകൊണ്ടാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി രണ്ടു രാജ്യങ്ങളുമായും കൂടുതൽ വ്യാപാര ബന്ധം നടത്തും എന്നുകൂടി ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1972 ഷിംല കരാറിന് വിരുദ്ധമല്ലേ ഒരു മൂന്നാം കക്ഷി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ആ കരാറിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനമല്ലേ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇനി കേന്ദ്ര സർക്കാർ എന്തായിരിക്കും നടപടികൾ സ്വീകരിക്കാൻ പോവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വളരെ നമ്മൾ സംക്ഷിപ്തമായോ അല്ലെങ്കിൽ അതിൻ്റെ ആകത്തുക എന്ത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയത്. എസ് കെ. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.